ഹായ് പ്രിയമുള്ളവരെ, പോലെ എല്ലാവർക്കും കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ സിനിമ റിലീസായി. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ സിനിമ റിലീസായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സമ്മതിക്കില്ല. എന്താണ്, പുള്ളിയുടെ സിനിമ ഇന്നാളെ ഇറങ്ങിയതുള്ളൂ അല്ലേ? ഞാനും പക്ഷെ അതല്ല സംഭവം. നോക്കി റിവ്യൂ ചെയ്യാൻ സമ്മതിക്കില്ല. ഫോണില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമല്ല സിനിമ ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പേരാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ നായകന്, പ്രണവ് മോഹൻലാലല്ല നായകൻ, മറ്റേ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുള്ള, അതും പ്രശ്നമുള്ളൂ. ധ്യാൻ ശ്രീനിവാസനല്ല നായകൻ, നിവിൻ പോളി നായകൻ. അത് വർഷങ്ങൾക്ക് ശേഷം മൊത്തം കൺഫ്യൂഷനായിരുന്നു. നിവിൻ പോളി അല്ല, അജു വർഗീസ് അല്ല, ആസിഫ് അലി നായകനായ, വിനീത് ശ്രീനിവാസൻ തന്നെ നായകനായ, ഇപ്പം ആരുടെ പേര് പറയും, ബേസിൽ ജോസഫ് നായകനായ. എൻ്റെ പൊന്ന് കൂട്ടുകാരന്മാരെ, ഇതിൽ ഫുള്ള് നായകന്മാരാണ്. വേറൊരു ഡാൻസ് കളിക്കുന്ന പയ്യനില്ലേ, അവനും ഇതിൽ നായകനാണ്. അപ്പോൾ ഒരു 6-7 പേര് ഇതിൽ നായകന്മാരായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നൊരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നായകന്മാർ ഒത്തൊരുമിക്കുന്ന ഒരു പടം. അപ്പോൾ ഈ പടം ഇന്ന് കണ്ട് കൈരളി തിയേറ്ററിൽ പോയി കണ്ട് പടം നിങ്ങൾ ഇൻ്റർവെൽ വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പൊളിയാണ്. നിങ്ങൾക്ക് ചിരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവധി അങ്ങോട്ട് ആഘോഷിക്കുന്ന രീതിയിൽ ആഘോഷിച്ചിങ്ങോട്ട് തിരിച്ചിറങ്ങി പോരാ. ഓക്കെ. പിന്നെ ഈ പടത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ് സീരീസിലെ മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ്റെ അമ്മയായിട്ട് വരുന്നവരാണ് ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ അമ്മയായിട്ട് വരുന്നത്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു ഉപദേശം, നമ്മുടെ ശ്രീനിവാസൻ, മോഹൻലാൽ, ദാസനും വിജയനും ആവാനായിട്ടൊന്നും നിങ്ങളൊരിക്കലും ശ്രമിക്കരുത് പൊന്നുമക്കളെ. കാരണം അവരൊക്കെ വേറെ റേഞ്ചിൽ, ഇവിടെ അവരാരാണെന്ന് ഓരോ മലയാളികൾക്കും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സിനിമ ചെയ്തു പോവുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. രണ്ടാമത്, അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റാത്ത 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോയിരുന്നു. വേറെ ഒന്നുമല്ല, ഈ സിനിമനെ അങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കുറേ ആളുകളൊക്കെ ഉണ്ട് ഇതിൽ, അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു പോയിരിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ മകൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ എന്താ പറയുക ആ തിയേറ്ററിൽ പോയി കണ്ടത്. ആദ്യം മോഹൻലാലിൻ്റെ മകനൊന്ന് കാണാനും ആ പുള്ളിക്കാരൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത് ഉദ്ഘാടന പടം വന്നപ്പോഴും നമ്മൾ പോയിരുന്നു. അതിനുശേഷം ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അവിടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പുള്ളിയുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എത്രയും മുമ്പ് വരാൻ പറ്റും, മുന്നോട്ട് വരാൻ പറ്റും. അത് നിങ്ങൾക്ക് സാധിക്കും. അത് നടക്കട്ടെ. പിന്നെ സിനിമയിലെ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഞാനിത് പെട്ടെന്നെടുത്ത് അറിയത്തക്ക വണ്ണം വരുന്ന ഒരു മിസ്റ്റേക്കുകൾ ഇതാണ്. അതിൽ തട്ടിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് പ്രണവ് മോഹൻലാൽ കയറി ഇരിക്കുന്നതിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ കയറി ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഒരു വിളക്ക് കത്തിച്ചു, നല്ലൊരു അടിപൊളി ഫ്രെയിമാണത്. ആ വിളക്ക് കത്തിയിരിക്കുമ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസൻ സിഗരറ്റ് കൊച്ചിട്ട് തീപ്പെട്ടി പോലെ വലിക്കുന്നുണ്ട്. ഒരാളും ചെയ്യില്ല.
ഒരാളും ചെയ്യില്ല. നോർമലി സിഗരറ്റ് വലിക്കുന്ന ബീഡി വലിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യില്ല. കാരണം അയാൾ ആ വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് വലിക്കുള്ളൂ. അത് ആരോട് പറഞ്ഞു തരാനുണ്ടായില്ലേ? ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. വിചാരിക്കും ഏത് ആ തിയേറ്ററിൽ അത്ര അത്യാവശ്യം ഫ്രണ്ടിൽ കുറച്ച് സീറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി എല്ലാത്തിലും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൈരളിയിൽ. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചു അയാൾക്ക് അത് അങ്ങോട്ട് അവിടെ നിന്ന് എത്തിച്ചാൽ പോരെ. മനസ്സിലായി. പിന്നെ അതിൽ ഒരു ഇതിൽ പ്രണവ് മോഹൻലാലിൻ്റെ പേര് വിളിക്കുന്നത് പോലും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഫീല് ചെയ്യുന്നതാണ്. അത് മനസ്സിലേക്ക് അങ്ങോട്ട് കയറി കിടക്കൂല എങ്കിൽ പോലും അടുത്തതിലേക്ക് പോവുകയാണല്ലോ. അതും പിടിച്ചുകൊണ്ടാരും നിൽക്കുന്നില്ല. അപ്പം ഇങ്ങനെ മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട് പെട്ടെന്ന് തോന്നിയ കാര്യമാണ്. പിന്നെ എല്ലാവരും കൂടി ഈ അവധിക്കാലം അടിച്ചു പൊളിച്ച് ഈ വർഷങ്ങൾക്ക് ശേഷം കാണുക. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാത്തവരും പോയി വർഷങ്ങൾക്ക് ശേഷം കാണുക. പിന്നെന്താ പറയുക, എല്ലാവരും വർഷങ്ങൾക്ക് ശേഷം കണ്ട് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക. അപ്പോൾ വേറെ ഒന്നുമായിട്ടല്ല, ഇത്ര ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അവസരം കിട്ടുന്നതാണ്. അപ്പോൾ അവസരം കിട്ടുന്നവർക്കൊക്കെ ഇത് ഹിറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ അവസരങ്ങളെ കിട്ടും. പിന്നെ ഇവരൊക്കെ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക കൂട്ടമായിട്ട് ഒരുപാട് സിനിമകൾ എടുക്കുന്ന ആളുകളല്ലേ. വിജയിച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും കലക്കി. പ്രത്യേകിച്ച് നിവിൻ പോളി ചെറുതായിട്ടൊന്ന് അടിച്ച് കലക്കി മിന്നിച്ച് എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ഈ പ്രായമായ കഥാപാത്രങ്ങൾ കൈയടക്കത്തോടുകൂടി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പ്രണവിനും ധ്യാൻ ശ്രീനിവാസനൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ എല്ലാം ഇതുപോലെയാണ്. എക്സ്പീരിയൻസാണ്. നമ്മൾ എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന എക്സ്പീരിയൻസാണ്. ഇതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസാണ്. നാളെ നിങ്ങൾ വലിയ എന്താ പറയുക ഉയരങ്ങൾ കീഴടക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം എല്ലാവരും വർഷങ്ങൾക്ക് ശേഷം കാണുക. വർഷങ്ങൾക്ക് ശേഷം സിനിമ പോയി കാണുക. വർഷങ്ങൾക്ക് ശേഷം സിനിമയല്ല, വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വിനീത് ശ്രീനിവാസൻ ചെയ്തേക്കുന്നത് പോയി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുക ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഈ ബെല്ലൈക്കൺ ഇതിങ്ങനെ അമർത്താൻ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ല. നമുക്ക് ഓക്കെ ഷെയർ ചെയ്യാനായിട്ട്, ഷെയർ ഇടാനല്ല, ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പൈസ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് പൊക്കിക്കൊണ്ടും വരണം, നമ്മളെ കൂടി ഒന്ന് പരിഗണിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.